ഉണ്ണീഷനുള്ള കാലത്ത് പഠിക്കുന്ന കാലത്ത് എന്ന് പറയട്ടെ, ആ കാലഘട്ടം 50കളുടെ അവസാനം 60കളുടെ ആദ്യം ഉരുളുകോല് അത് അന്ന് ഉപയോഗിച്ചതിനേക്കാൾ കൂടുതൽ ഉരുളുകോലൊന്നും ഉപയോഗിക്കുന്നുണ്ടോ? എങ്ങനെയൊക്കെയാണ് ഈ ആട്ടത്തിനൊക്കെ കൊട്ടുമ്പോഴൊക്കെ ഇളകി ആട്ടത്തിനൊക്കെ കൊട്ടുമ്പോൾ? അങ്ങനെ ചോദിച്ചാൽ അധികം ഉപയോഗിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഇല്ല. അതിപ്പോൾ കൃഷ്ണകുട്ടി വളശാനൊക്കെ കൊട്ടുമ്പോൾ അങ്ങനെ തോന്നും ഉരുളുപോലെ തന്നെയാണ് അത് അദ്ദേഹം കൊട്ടുന്ന തിരികിടിതര അന്ന് കൊട്ടുന്നതും ഉരുളുപോലെ ഏരും അതിൻ്റെ ഖനുണ്ട്. അങ്ങനെ തോന്നാറും ഇതിന്. മറ്റേ നമ്മൾ റെഡും തന്നെ കൊട്ടുതന്നെ വേണം എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ അതിനെ അന്ന് കൂടുതൽ ഉരുളുപോലെ ഉണ്ടെന്ന് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ആവശ്യത്തിന് തന്നെയാണ്. പിന്നെ അന്ന് ഉണ്ണീഷം പഠിക്കുമ്പോൾ നിങ്ങൾ ചെണ്ടക്കാർക്കൊക്കെ എത്രത്തോളം കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് അങ്ങനെയുള്ള ആ കഥാന്തരീക്ഷത്തിനെ കുറിച്ചൊക്കെ എത്രത്തോളം? അച്യുണ്ണി പ്രകാശൻ ആ വക അധികം ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല. ഇപ്പം എന്നെ വേഷം അങ്ങനെയാണ് വരണത്, എങ്ങനെയാണ് താം അത് 5 കിട തീന്താന്ന് വെച്ചാൽ ആ 5 കിട തീന്താൻ ഇങ്ങനെ ആണ് കൊട്ടണമെന്ന് എല്ലാം അങ്ങനെ ഉണ്ടാകുമെന്ന് പറയുന്നത്. പക്ഷേ കൃഷ്ണകുട്ടി വളശാൻ്റെ അങ്ങനത്തെ ചില ക്ലാസ് എനിക്ക് തരാറുണ്ട്. അന്ന് എനിക്കത് ഗ്രഹിക്കാനുള്ള ഓർമ്മയില്ല. ആശാൻ അവിടെ വന്നിരുന്നിട്ട് അപ്പോൾ കുറച്ച് പ്രഭാകരൻ ഞങ്ങൾക്ക് തന്നെയാണ് കൊട്ടാറായി ഒരു പിന്നെ കേശവേട്ടനുണ്ടാവും. അപ്പോൾ അത് ഒരിക്കലും മറക്കാത്ത അതിലത്തെ ഒന്നാണ്. അപ്പോൾ ആശാൻ ആ ശ്ലോകങ്ങൾ ചെല്ലും, സുദൈവോക്താവാണി. എന്നിട്ട് ആ 4ാമത്തെ വരി കഴിഞ്ഞിട്ട് ബാഹുകയും മറിമാൻ കണ്ണിൽ നിന്ന് തുടങ്ങുകയെന്ന് ആശാൻ തന്നെ കാണിക്കത്. എന്നിട്ട് ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കും, ഇങ്ങനെയായി നന്നോ. അപ്പോൾ നമുക്ക് മനസ്സിലായി. മറ്റേത് ശ്ലോകം കഴിഞ്ഞാൽ എന്നതാ കൊട്ടാൻ ഉണ്ടെന്ന് പറഞ്ഞു തന്നുണ്ട്. എല്ലാ വേഷത്തിനും ശ്ലോകം കഴിഞ്ഞാൽ തുടങ്ങണമെന്നല്ലേ. ഇവിടെ അതന്നെയല്ലേ കുട്ടി. അപ്പം പിന്നെ ഒരിക്കലും ആ ചെണ്ടക്കാരൻ ഒരു ലേശകം വെച്ചാൽ കൊട്ടില്ല. അപ്പോൾ അവിടെ എന്താ കൊട്ടുണ്ടതെന്നുള്ളത്. അതേമാതിരി വേഷക്കാരൻ എൻ്റെ ആ ചെണ്ടക്കാരൻ നോക്കണം. എന്നിട്ട് ആശാൻ്റെ ഇരിപ്പും ഈ പറഞ്ഞു തരില്ലെന്നിൻ്റെ തന്നെ ഒരു തന്നെയാണല്ലോ. തോരണ യുദ്ധത്തിൽ ഹനുമാനാണ് വെച്ചാൽ ഇവിടെ നോക്കണേ, ഹനുമാൻ എവിടേക്കാണ് നോക്കണേ എന്നൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു തരും. സമുദ്രമാണ് കാണണത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സമുദ്രത്തിൽ എന്താ, അപ്പോൾ അപ്പോഴേക്കും തന്നെ നമ്മുടെ ഒരുവിധ ആൾക്കാരുടെ ആ എന്താ പറയുക ഭയങ്കരത നമ്മുടെ മനസ്സിൽ തന്നെ വരും. അപ്പോൾ അത് കയ്യുമ്പിൽ വരും, കൊട്ടാൻ വരും. അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ നിന്നിട്ട് കൊട്ടും. അങ്ങനത്തെ ചില ക്ലാസ്സുകൾ ഭാവത്തിനെ പറ്റിയിട്ട്. അപ്പോൾ അച്യുണ്ണിയാശാൻ കൊട്ട് പഠിപ്പിച്ചു, പൊതുവാളാശാൻ കുറച്ചൊക്കെ ഭാവം മാത്രം പറയാൻ പറ്റില്ല. എന്നാലും താരതമ്യേന കൂടുതൽ തീർച്ചയായിട്ടും കൃഷ്ണകുട്ടി പൊതുവാളാശാനാണ് കൊട്ടാറാക്കുന്നത് അച്യുണ്ണിയാശാൻ. അതെ. അപ്പോൾ അത് കാരണം അച്യുണ്ണി പൊതുവാളാശാൻ്റെ ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രത്യേക, അതാണ് ഉണ്ണീഷിനെ എനിക്കൊരു പ്രത്യേകത തോന്നാറുള്ളത്. ആശാൻ്റെ ശിഷ്യനാണല്ലോ. അല്ല, ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാലേ, ഇന്ന് ഇപ്പോൾ ഒരു 10-20 കൊല്ലമായിട്ട് ഉണ്ണീഷൻ്റെ ഗോപിയേട്ടനോടിൻ്റെ കൂടെ കൂടിയിട്ടും കൊട്ടിയിട്ടും ഈ ഭാവം എന്നുള്ളത് ചെണ്ടയുടെ കോലുമ്പോൾ ചെണ്ടക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായിട്ടുണ്ട്. അതാക്കിയിട്ടുണ്ട്. അതെ. അപ്പോൾ അതിപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ അത് അത്ര ഭാവം വേണ്ടെന്നൊന്നും പറയില്ല. ഇത്ര കൂടുതൽ ശ്രദ്ധിച്ചിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ കേശവട്ടന്മാർ കുട്ടിയാണെച്ചാലും ശരി, അവരൊക്കെ ഇപ്പോഴത്തെ ഇന്ന് ആലോചിക്കുമ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഗോപിയേട്ടൻ്റെ വേഷത്തിന് ഞാൻ ഡൽഹിയിൽ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഉണ്ണീഷനാണെന്ന് ഞാൻ പ്രത്യേകം ഗോപിയേട്ടനാണ് വരണമെന്ന് പറഞ്ഞപ്പോൾ പേടിയാണ്. രാമകൃഷ്ണൻ്റെ വേഷത്തിന് കൊട്ടാനും കൂടി ഇത്ര പേടിയില്ല എനിക്ക് ഗോപിയേട്ടൻ്റെ. എന്താ വെച്ചാൽ പുള്ളി അത് എല്ലാവർക്കും അറിയണതല്ലേ. ഒരു ദിവസം നളചരിതം അവർ 3-ാം ദിവസം ഞാൻ കൊട്ടിയിട്ടില്ല. 4-ഉം 2-ഉം 1-നും കൊട്ടിയിട്ടുണ്ട് ഡൽഹിയിൽ. അപ്പോൾ ആദ്യം തന്നെ ചോദിച്ചു, ഒരു സോനൽ മാൻസിങ്ങിൻ്റെ ഒരു വലിയ പരിപാടിയുണ്ട് 1-ാം ദിവസം. അപ്പോൾ ചുട്ടിക്ക് അവിടുന്ന് കൊണ്ടുവന്നു. പാട്ടിന് പത്തിയൂര്, പിന്നെ തൃപ്പൂണിത്തുറയുള്ള ഒരു അർജുൻ രാജ്, അതൊക്കെ അവിടുന്ന് വേണം പറഞ്ഞു. സാർ
അപ്പോൾ ചെണ്ടയ്ക്ക് ആരാ എന്ന് ഇവിടുന്ന് ചോദിച്ചു. ആ രാജേന്ദ്രനാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ ഉണ്ണിയേട്ടനാണ് ഉള്ളത്. ഉണ്ണീഷനിൽ ഉണ്ണീഷൻ മതി എന്ന് പറഞ്ഞു ഇത്ര. എന്നിട്ടാണ് അതിൽ ചെണ്ടയ്ക്ക് ആളെ വരുത്താനിട്ടിരുന്നത്. അങ്ങനെ 2-3 കളി ഉണ്ടായിട്ടുണ്ട്. അതിന് ആക്ഷേപമൊന്നും പറഞ്ഞിട്ടില്ല. നല്ല പ്രതിഫലം തന്നിട്ടില്ല. അതൊരു രസമാണ്. ഏറ്റവും എനിക്ക് കഥകളിക്ക് പ്രതിഫലം തന്നിരിക്കുന്നത് ഗോപിയേട്ടൻ്റെ നളചരിതത്തിന് ഞാൻ കൂടി. ഇപ്പം അന്ന് ഞങ്ങൾക്കൊക്കെ എന്താ വെച്ചാൽ സോനൽമാൻ സിംഗ് നല്ല പൈസ കൊടുത്തിട്ടാണ് വിളിച്ചിരിക്കണത്. അപ്പോൾ അതിന് നല്ലൊരു പ്രതിഫലം തന്നു. അത് മറക്കാത്തൊരു കാര്യമാണ്. അത് പറയുന്നത് ഒരു നാട്ടിലൊന്നും ഗോപിയേട്ടൻ്റെ വേഷത്തിന് ഞാൻ കൂട്ടിയിട്ടില്ല. അതിനനുസരിച്ച് കളിക്ക് അന്ന് കുട്ടിയുണ്ട്. പരശുരാമ കുട്ടിയുണ്ട് എപ്പോഴും ഓർമ്മ. അതെ. പിന്നെ ഉണ്ണീഷൻ കിള്ളിമംഗലത്ത് ഗോപിയേട്ടൻ്റെ രക്ഷയാഗത്തിന് ശിവൻ ഗോപിയേട്ടൻ്റെ ആയിരുന്നു. ഉണ്ണീഷിന് ഓർമ്മയില്ല. 1961 അത് കലാമണ്ഡലത്തിന് മൈനർ സെറ്റ്. ശരിയായിരിക്കും. അന്ന് ഗോപിയേട്ടൻ്റെ ശിവനായിരുന്നു. അന്ന് ഉണ്ണീഷനാകും പിന്നെ കൊട്ടിയത്. എനിക്ക് ഓർമ്മയില്ല. അത് അവസാനത്തെ കൊല്ലായില്ല. ഉണ്ണീഷവാരും പത്മനാശാനും പാടുക. അവിടുത്തെ കോട്ടക്കിലെ ഉണ്ണീഷവാരും ഒക്കെ അന്ന് ഉണ്ണീഷനും തമ്പീശൻകുട്ടിയും അച്ചുണ്ണിയാശാനായിരുന്നു ആശാനായിട്ട് വന്നിരുന്നത്. അച്ചുണ്ണി പ്രാശാൻ്റെ പിന്നെ ആ കൊട്ട് ആശാൻ പാടുന്ന ആളാണ്. അതെ. ആശാനും പത്മനാഭനാശാനും കൂടിയിട്ടുള്ള കളിക്ക് ഞാൻ കൊട്ടിയിട്ടുണ്ട്. പാട്ട് രണ്ടാളുടെ പാട്ട്. വരവൂര് പത്മനാഭനാശാന പൊന്നാനി, അച്ചുണ്ണി പ്രാശാൻ ശങ്കിടി രണ്ടാളും കൂടിയിട്ടുള്ള കളിക്ക് ഞാൻ ചെണ്ടയ്ക്ക് കൊട്ടിയിട്ടുണ്ട്. അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് വരവൂര് ഇതിൽ സ്കൂളിൽ വെച്ചിട്ട്. അപ്പോൾ അത് കാരണം ആശാൻ്റെ കൊട്ട് എന്ന് പറഞ്ഞാൽ സംഗീത തന്നെയാണെന്നാണ് എൻ്റെ മനസ്സിൽ. പിന്നെ വേറെ ഒന്നും എനിക്കറിയില്ല. അപ്പം അത് കൊട്ടോണ്ട എന്തുകൊണ്ടാണ് അവിടെ അകൂര് തമ്പുരാൻ അവരൊക്കെയാണല്ലോ. അപ്പോൾ കളി കഴിഞ്ഞാൽ അങ്ങനെ കഥകളി സെൻറ്ററിൽ എല്ലാ മാസവും ഒരു കളി ഉണ്ടാവും. ഫ്രീ കഥകളിയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ചെണ്ട കൊടുത്ത് ആരെങ്കിലും പുതിയ ആൾക്കാർ നാട്ടിൽ നിന്ന് വന്നാൽ നമ്പൂരാർ വന്നാൽ പരിചയപ്പെടുത്തും. ഇയാൾ ചെണ്ട അച്ചുണ്ണി പുതാളിൻ്റെ ശിഷ്യനാണ്. അതെയോ, എന്നാൽ പിന്നെ നന്നാവാണ്ടിരിക്കില്ല എന്ന് പറയും അവർ. അകൂരിനൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കൊട്ട് കട്ടപ്പെടാന്നുള്ള കൊട്ടല്ല. പിന്നെ ഹോളും ആണ് ഇനി അവിടെ ഹാളിലാണല്ലോ. അപ്പോൾ അത് കഴിച്ചിട്ട് നാട്ടിലത്തെ മാതിരി അട്ടിച്ച് കൊട്ടിയാൽ അതും ഇഷ്ടപ്പെടില്ല ആൾക്കാർക്ക്. അങ്ങനത്തെ ചില അനുഭവങ്ങൾ. അതുകൊണ്ട് ആശാൻ്റെ ഓർമ്മയും ആശാൻ്റെ പേരിനെ പറ്റിയിട്ട് എപ്പോഴും ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് പിന്നെ കലാമണ്ഡലത്തിനും അയാൾ കലാമണ്ഡലത്തിൽ നിന്ന് പോയ ആളാണെന്ന് ഇപ്പം കേൾക്കുന്നുണ്ട്. അങ്ങനെ ചിലത് കൊട്ടല്ല, പ്രത്യേകിച്ച് വേഷക്കാരുടെ കലാമണ്ഡലത്തിൽ 8 കൊല്ലമൊക്കെ പഠിച്ചു വന്ന ആളാണോ എന്ന് പലരും ചോദിക്കണത്. പറയാൻ പാടില്ല നീ, പക്ഷേ അത് അങ്ങനെയുണ്ട്. അത്രയും ശ്രദ്ധിക്കാണ്ട്. അതുകൊണ്ടാണ് എന്താ ഈ 8 കൊല്ലം കലാമണ്ഡലത്തിൽ പഠിച്ചു വന്നിട്ട് എന്നുള്ള ഒരു ഇതുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഭാഗ്യം എന്ന് പറയാം. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ കുമാരൻ നായർ ആശാൻ്റെ അങ്ങനെ എല്ലാ ആശാന്മാരുടെയും വേഷത്തിന് എനിക്ക് കൊട്ടാന്തരായുണ്ട്. പ്രവാസിയായിട്ടാണ് എന്നെ നാട്ടിൽ ഒരുവിധം ആൾക്കാരൊക്കെ കണക്കാക്കണം. ഉണ്ണീഷൻ അങ്ങനെയല്ല കേട്ടോ. ഉണ്ണീഷൻ ആദ്യം മുതൽ തന്നെ ഉണ്ണീഷേട്ടനെ ഞങ്ങൾ പ്രവാസിയായിട്ട് കണക്കാക്കിയിട്ടില്ല എന്നാണ് പറയുക. പിന്നെ അദ്ദേഹം കലാമണ്ഡലം പ്രിൻസിപ്പാളായ മുതൽക്കുള്ള എനിക്ക് സഹായങ്ങളെ ചെയ്തിട്ടുള്ളൂ. എല്ലാ സഹായങ്ങളും ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ. അപ്പോൾ അത് ഞാൻ അവസാനം പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു ഈ പള്ളിപ്പുറത്തിൻ്റെ വേഷത്തിന് കൊട്ടിയുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ തെക്കൻ സമ്പ്രദായത്തിന് കൊട്ടുമ്പോഴേ അത് അദ്ദേഹം എന്താ കുട്ടി കൃഷ്ണകുട്ടി ഭാഷാനാണ് അദ്ദേഹം കൊട്ട്. പക്ഷേ കൃഷ്ണകുട്ടി ഭാഷാൻ തെക്കൻ തരം കൊട്ടും. പള്ളിപ്പുറത്തിൻ്റെ വേഷത്തിന് എന്നൊക്കെ കൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ മടവൂരിൻ്റെ അങ്ങനെയല്ല. മടവൂരിൻ്റെ ബാണിന് കൂട്ടേണ്ടി വന്നിട്ടുണ്ട്. അത് ആ തെരനോക്കിന് ഒരു വ്യത്യാസമുണ്ട്. ആദ്യത്തെ എന്നല്ല അതൊക്കെ അവിടെ അയാളുടെ ശിഷ്യണ്ട്. അയാളോട് ചോദിച്ച് ഇങ്ങനെയൊക്കെ അല്ലേ. ആരോടാ ചോദിച്ചാൽ ജഗദീശൻ എന്ന് പറഞ്ഞു. മനസ്സിലായി. പിന്നെ അങ്ങനത്തെ ചിലത് ഞാൻ ധരിച്ചു വെച്ചിട്ടുണ്ട്. ബാക്കിയൊന്നും ശരിക്കും പറഞ്ഞാൽ ചെണ്ടയ്ക്ക് തെക്കൻ വടക്കൻ എന്നുള്ള ഒരു വലിയ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒന്ന് എന്താ വെച്ചാൽ കൃഷ്ണകുട്ടി ഭാഷാനാണ് അവിടെയുള്ള ചെണ്ടക്കാരെയൊക്കെ പഠിപ്പിച്ചിരുന്നത്. കുറൂര് മുതൽ എല്ലാവരും. അപ്പോൾ അവർ കൊട്ടുക തെക്കൻ കൊട്ടുണ്ടാവില്ലല്ലോ.
പിന്നെ പക്ഷേ ഈ വേഷക്കാരുടെ ചെങ്ങന്നൂർ ആശാൻ്റെ വേഷത്തിന് ഞാൻ കുട്ടിയുണ്ട്. അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയപ്പോഴൊക്കെയാണ് രാവണ വിജയം. ഇതേമാതിരി ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. എന്താ നമ്മൾ പയ്യന്മാർ അവിടെ നിന്നിട്ട് അപ്പോൾ ഈ പറഞ്ഞ മാതിരി ആ തിരനോക്കം അതൊന്നും അവരൊന്നും മാറ്റില്ല. അത് ആ കറക്റ്റ് തന്നെയാണ് അത്. പിന്നെ കഴിഞ്ഞാൽ ഒരു ചെറിയ 4 ഇഷ്ടിയോട് കൂടിയിട്ട് ഒരു ഇതാക്കുക തിരശ്ശീല. ബാക്കിയുള്ളതിനൊന്നും പിന്നെ കലാശങ്ങൾക്കൊക്കെ അവരെടുക്കണത് എന്തായാലും ഞങ്ങൾ കൊട്ടണത് നമ്മുടെ കൊട്ടന്നെയാണ്. അതിനനുസരിച്ച് കൊട്ടുക. ദിത്തത്തത്തന്ന് ഇങ്ങനെയല്ലല്ലോ അവരെടുക്കില്ലല്ലോ. അവരെങ്ങനെയാണ് എടുക്കണമെന്ന് വെച്ചാൽ പക്ഷെ നമ്മൾ അഡ്ഡെന്ന് കുട്ടിയ അതിന് തെറ്റൊന്നുമില്ല, അല്ലെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ ചില മാറ്റങ്ങൾ അല്ലാണ്ട് തെക്കൻ്റെതായിട്ടുള്ള എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ അധികം തെക്കൻ ആൾക്കാരുടെ ഇന്നും വേഷത്തിന് കൂട്ടിയിട്ടില്ല. ഉണ്ണീഷനെ പഠിപ്പിച്ച അച്ചുണ്ണിയാശാൻ അല്ലെങ്കിൽ കൃഷ്ണകുട്ടി ആശാൻ, കോട്ടയ്ക്കൽ കുട്ടന്മാരാർ, ഇതിന് പുറമെ അന്ന് കഥകളി രംഗത്തുണ്ടായിരുന്ന വേറെ വല്ല മേളക്കാർ, കഥകളി മേളക്കാർ, ചെണ്ടക്കാർ വല്ലവരെയും ഓർമ്മയുണ്ടോ? ഒപ്പം അവരുടെ കൂടെ പ്രയോഗിച്ചിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൃഷ്ണകുട്ടി ആശാൻ്റെ ആദ്യകാല ശിഷ്യന്മാർ അവരും പ്രവാസികളായിരുന്നു. ഒന്ന് പോരൂർ കുട്ടനല്ല, അദ്ദേഹം കുട്ടന്മാരാശാൻ്റെ റിലേഷൻ അവിടെ പഠിച്ചു. പോരൂർ കേശവൻ കുട്ടൻ്റെ ഏട്ടൻ. അത് ശരി. അറിയോ? വെളുത്തു സുന്ദരനാണ്, ആളും സുന്ദരൻ. പിന്നെ അദ്ദേഹം രവീന്ദ്രഭാരതിയിലായിരുന്നു കൽക്കട്ടയിൽ പ്രവാസി ആവേണ്ടി വന്നു. നല്ല തായമ്പയും കൂട്ടും. അതേമാതിരി പോരൂർ ആലിപ്പറമ്പ് കേശവേട്ടൻ നല്ല തായമ്പ. ആലിപ്പറമ്പ് കേശവേട്ടൻ കഥകളി കൊട്ടും തായമ്പുക. ഞാൻ അത്ര പക്ഷെ തായമ്പുക അവർ ബ്രദേഴ്സായിരുന്നു. ആലിപ്പറമ്പ് ബ്രദേഴ്സ്, വില്ലുമ്പ് തായമ്പുകയും 3 കൃഷ്ണപുതാളും ശിവരാമപുതാളും ഈ കേശവപുതാളും. പക്ഷെ കേശവേട്ടൻ കഥകളി കൊട്ട് അവിടെ പോയിട്ട് നിന്നും ശാന്തി നികേതനത്തിൽ നിന്നും അധികം കൊട്ടും. പക്ഷെ കേശവേട്ടൻ വെക്കേഷനിൽ നാട്ടിൽ വന്നാൽ കളിക്ക് കൊട്ടാൻ കൂടും. അങ്ങനെ ഒരു തവണ 14 അങ്ങേക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും. എനിക്ക് ചെർപ്പളശ്ശേരി ഒരു ഡബിൾ മേളപ്പത് ഓർമ്മയുണ്ട്. അതിൻ്റെ 14 ഉത്ഭവത്തിന് തന്നെ ആ കലാമണ്ഡലത്തിലെ ഹാളിൽ ഡബിളൊന്നുമല്ല തന്നെ നിന്നിട്ട് കൊട്ടണത് ഞങ്ങളൊക്കെ പോയിട്ടിരുന്നു. ഇന്നലെ ആരാധന ചോദിക്കുമ്പോഴാണ് പറയുന്നത് ജയം കൽക്കട്ടയിലാണ്. പിന്നെ ശിവരാമപുതാളിയും കൃഷ്ണപുതാളിയും നല്ല അറിയില്ല. ഇദ്ദേഹത്തിനെ അറിയില്ല, ഇദ്ദേഹത്തിന് പരിചയമില്ല. ഏറ്റവും താഴെയുള്ളതാണ്. അവരൊക്കെ പ്രവാസിയായി വണ്ടി വന്നതാണ്. കേശവേട്ടനൊക്കെ പിന്നെ അവിടെ ഈ കഥകളിക്കൂട്ടൊന്നും തരാവാറില്ല. പോരൂർ കേശവേട്ടന് രവീന്ദ്രഭാരതിയിൽ ശമ്പളം യൂണിവേഴ്സിറ്റി നല്ല ശമ്പളമാണല്ലോ. നല്ല ശമ്പളമാണ്. പിന്നെ അയ്യപ്പൻ പാട്ടും ഒക്കെ തായമ്പകയും മേളത്തിനൊക്കെ പോവും. അങ്ങനെ പിന്നെ ഒരു രാമൻകുട്ടിമാരാർ, അത് കൃഷ്ണദാസൻ്റെ ആദ്യകാല ശിഷ്യനായിരുന്നു. എവിടുത്തുകാരനാ? തെക്കനാ. തെക്കൻ കൂത്താട്ടു അവിടെ എവിടെയാണ് രാമൻകുട്ടിമാരാർ. അദ്ദേഹമാണ് പാറ്റ്നയിൽ ചെണ്ടയ്ക്ക് ഉണ്ടായിരുന്നത്. കഴിയുന്നവരെ വയ്യാൻ്റെ ആവുന്നത്. അദ്ദേഹം കൊട്ടണത് ഞാൻ കണ്ടിട്ടില്ല. അവിടെ ചെണ്ടയുണ്ട്, അവിടെ ചെന്നാൽ പരിചയപ്പെടും. ഞാൻ ആശാൻ്റെ ശിഷ്യനാണെന്ന് പറഞ്ഞാൽ അങ്ങനെ പരിചയപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഒരാൾ. പിന്നെ നാട്ടിലിപ്പോൾ ഈ കാച്ചാൻകുറിച്ചി അദ്ദേഹത്തിന് ചക്രപാണി അവരൊക്കെ ഇപ്പോഴത്തെ തായമ്പോയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കളിക്കൂട്ട് ഞാൻ അധികം കണ്ടിട്ടില്ല. ഞാൻ ഒരു തവണ തായമ്പോ ഞങ്ങളുടെ അവിടെ ഉണ്ടായിട്ടുണ്ട്. തായമ്പോ ആ ഭാഗത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ഉണ്ടാവും. 2 മണിക്കൂറിലധികം കൊട്ടിയുണ്ട്. ഭയങ്കര തായമ്പോ. ഒരു തവണ കൊല്ലങ്കോട്ട് വെച്ചിട്ട് ഞാൻ കളിക്ക് കൊട്ടണത് ശരി കളിക്ക് കൊട്ടണത് കണ്ടിട്ടുണ്ട്. അത് അദ്ദേഹം ഇപ്പോൾ പൊതുവാശാൻ്റെ താഴെയല്ലേ പ്രായം? പിന്നെ അല്ലേ ആശാൻ മണ്ണാടിയരശൻ്റെ ശിഷ്യനാണോ എന്നെ സംശയമുണ്ട്. അതെവിടെ പഠിച്ചെന്ന് എനിക്കറിയില്ല. ഒരു കളിക്കൂട്ടുകാരനും കൂടിയാണ്. നമ്മുടെ തായമ്പൊക്കെയാണ് ആദ്യം. വേറെ കഥകളി കൂട്ടുകാർ ഇവർ കഴിഞ്ഞിട്ട് പോയവർ എനിക്ക് അറിയില്ല. എനിക്ക് ആരും ഉണ്ട്. പിന്നെ പറശ്ശിനിക്കടവിൽ ഗോവിന്ദമാരാർ, അദ്ദേഹം കടത്തനാട് ആ സ്റ്റൈല് കൊച്ചു ഗോവിന്ദ ആശാന് അദ്ദേഹം വേണം. അതാണ് നീർകോല് പൊട്ടിൽ എന്ന് പറഞ്ഞിട്ട് ഈ ഉരുട്ടിലും പരട്ടിലൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ല. തിരനോക്കായാലും ശരി, രൗദ്രഭീമനായാലും എന്തിനാണ് വെച്ചാലും ശരി, ആ നീർകോലിട്ടുള്ള ഒരു അതേ വേണ്ടു, അതേ കുട്ടുള്ളൂ. അല്ലാണ്ട് അങ്ങോട്ട് അതിസാധനം. നേരത്തെ ഞാൻ ഒരു ചോദ്യം ചോദിച്ചതിൻ്റെ ഒരു ഉപചോദ്യ ഛായയിൽ ചോദിക്കട്ടെ. തെക്കൻ വേഷക്കാർക്ക് കൊട്ടുമ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവം ഉണ്ണിഷം പറഞ്ഞല്ലോ. പറശ്ശിനിക്കടവിൽ പോയപ്പോൾ അവിടുത്തെ സമ്പ്രദായത്തിന് എത്രത്തോളം വ്യത്യാസം? പറശ്ശിനിക്കടവിൽ ശരിക്കും പറഞ്ഞാൽ ഈ കൊച്ചുകോയിന്നാശാനും പിന്നെ അദ്ദേഹത്തിൻ്റെ ചില ശിഷ്യന്മാരും അവരെയാണ് വടക്കൻ സമ്പ്രദായമുള്ളൂ. പിന്നെ മറ്റവരൊക്കെ ഇവിടുന്ന് പോയവരോ രാമകുമാരാശാനാണ് പാട്ടിനുണ്ടാവുക.
പിന്നെ ശങ്കരനാരായണൻ ഇപ്പൊ കൽക്കട്ടയിൽ അയാൾ പിന്നെ കുറുമാത്തൂര് മാധവൻ അയാൾ കോട്ടയ്ക്കിൽ പഠിച്ചാണ്, അയാളാണ് സേവ്. ബാലകൃഷ്ണനും ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ. അവരൊക്കെ ഇപ്പോൾ ഇവിടുത്തെ തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു കുഞ്ഞിരാമൻ രാഘവൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കളിയിൽ വലിയ അഭ്യാസം ഭയങ്കരമാണ്. ചുവപ്പുകളും ഇതും അല്ലാണ്ട് ഇപ്പോൾ കലാശങ്ങൾക്കോ അല്ലെങ്കിൽ അതൊന്നും വ്യത്യാസമില്ല. അപ്പോൾ പിന്നെ ഈ കൊച്ചുഗോവിന്ദാശാനാണ് അല്ല ഗോവിന്ദമാർ അദ്ദേഹത്തിൻ്റെ മകൻ ഭരതനാട്യം പ്രസിദ്ധനായിട്ടുള്ള ആളായിരുന്നു. അടയാറിൽ കലാക്ഷേത്രത്തിൽ പഠിച്ചിട്ട് ഡൽഹിയിൽ വന്നിട്ട് കുമാരൻ നാരായണൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഡാൻസ് ഒക്കെ ആയിട്ട് കുറച്ച് ഇതാണല്ലോ. മറ്റുള്ള ഞാൻ കഥകളിക്കാരിൽ ആദ്യം ഈ മറ്റേതൊക്കെ കഥക്കും ഭരതനാട്യവും ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളെ കണ്ടെന്ന ആശാനെയാണ്. മറ്റവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുവിധ ആൾക്കാർക്കൊന്നും വലിയ കഥകളിയുടെ മുമ്പിലൊന്നും ഇതൊന്നുമില്ല എന്നുള്ളൊരു കാണൂല്ല. അല്ലെങ്കിൽ കാണാൻ പോയിട്ട് ഇതങ്ങനെയല്ല, കാണും ചെയ്യും, അതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് അങ്ങോട്ട് പറ്റി. അതാണ് ചില ഡാൻസിൻ്റെ മൂവ്മെൻറ്റ്സ് എന്തൊക്കെ ചിലപ്പോൾ തോന്നും, ഇയാൾ ആ കഥക്കാരൻ ചെയ്തിരുന്നാണല്ലോ തോന്നുന്നില്ല. അപ്പം ശരിയാണോ എന്താണോ എന്ന് വെച്ചില്ല. അതേമാതിരി ആശാൻ്റെ പ്രസിദ്ധമായിട്ടുള്ള അഷ്ടകലാശം, പിന്നെ ഈ തകർത്ത ഒക്കെ ചില കലാശങ്ങളുണ്ട്. അത് കുറച്ച് പഴുതില് കുറച്ച് നേരെ അങ്ങനത്തെ തകർത്ത കലാശങ്ങൾ. ഇതൊക്കെ കുമാരനാശാൻ്റെ ചില വഴികളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ അഷ്ടകലാശ എനിക്ക് ബൈഹാർട്ടാണ്. കണ്ണടച്ച് നിന്നിട്ട് കൊട്ട അത്ര അഷ്ടകലാശത്തിന് കൊട്ടിയിരിക്കുന്നു. ആശാൻ്റെയും ബാലകൃഷ്ണൻ്റെയും ഹനുമാനാണ്, അല്ലെങ്കിൽ പിന്നെ സുഭദ്ര ബലഭദ്രർക്കും ഉണ്ടാവും. അപ്പോൾ അവിടെ എല്ലാ കുട്ടികളും ഇതാ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർക്ക് ശരിക്കുള്ള കലകൈവത്തിലുള്ള അഷ്ടകലാശം അറിയില്ല. ആ 4 കഴിഞ്ഞിട്ടുള്ളത് അത് എന്നുവെച്ചാൽ തിരുവട്ടാർ ഈ അഷ്ടകലാശ ചെയ്യുക. അപ്പം അയാളാണ് പഠിപ്പിക്കുന്നത്. അപ്പം അഷ്ടകലാശം എന്ന് പറഞ്ഞാൽ ഇതാണ് കുമാരനാരായണന്റെ സമ്പ്രദായത്തിലുള്ളത്. അങ്ങനെയാണ് ചെണ്ടക്കാരായിട്ട് അത്രയാണ്. എനിക്ക് വേറെ ഒന്നും അറിയില്ല, ആൾക്കാരൊന്നും അറിയില്ല. ഉണ്ണീഷിന് അത്യാവശ്യം ശിക്ഷ കിട്ടിയിട്ടുണ്ട് പഠിക്കുന്ന കാലത്ത് കലാമണ്ഡലത്തിൽ. ഡൽഹി പോയപ്പോൾ അന്തരീക്ഷമൊക്കെ മാറുമല്ലോ, സമ്പ്രദായങ്ങളൊക്കെ മാറുമല്ലോ. അവിടെ പഠിപ്പിക്കുമ്പോൾ അവിടെ ഇപ്പോൾ നേരത്തെ പറയുകയും ചെയ്തു, മുഴുവൻ നിങ്ങൾ ഇവിടെ പഠിച്ച പോലെ അല്ലല്ലോ കുട്ടികൾ വരണത്. അവിടെ എത്രത്തോളം പരുഷമായിട്ട് പെരുമാറേണ്ടി വരാറുണ്ടോ, വന്നിട്ടുണ്ടോ? എനിക്ക് ഈ ഇതുകൊണ്ടാണോ എന്ന് തോന്നിച്ചാൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും ചിലപ്പോൾ. പിന്നെ തോന്നും എനിക്ക്, അയ്യോ ഇവരോടൊക്കെ അവരൊക്കെ എഡ്യൂക്കേറ്റഡ് പഠിക്കണ കുട്ടികളും അവരോട്. അപ്പോൾ അവരിങ്ങനെ ആകെ മൂഡ് ഓഫായിട്ടിരിക്കും, അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അടിക്കുക പറഞ്ഞാൽ അതൊന്നും ചെയ്യില്ല. ദേഷ്യപ്പെട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കുട്ടികളോട്. പിന്നെ അത് ഇപ്പം ഒന്നും അതൊന്നുമില്ല. ഇപ്പോഴാണ് ഞാൻ പഠിപ്പിക്കണമെന്ന് വെച്ചാൽ ആരോടും ദേഷ്യപ്പെട്ടില്ല. ദേഷ്യപ്പെട്ടാൽ അവർ മതിയാക്കി പോവും, ഒന്നും പാടില്ല. മറ്റത് അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ദേഷ്യപ്പെട്ട് അങ്ങനെ ഒന്നാമത് അങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടില്ല. പിന്നെ കഥകളിക്കൊട്ട് പഠിപ്പിക്കുമ്പോഴാണ് ഓർമ്മ വരാഞ്ഞിട്ടും അതും ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഈ തല്ലണ്ടി ശ്രദ്ധ കുറവ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ്. അല്ലാണ്ട് ഇപ്പോൾ തായമ്പ പഠിപ്പിക്കുക അല്ലെങ്കിൽ ഒരു മേളം പഠിക്കുക പറഞ്ഞാൽ അതിന് തല്ലണ്ടൊന്നും ആവശ്യമില്ല. ഡൽഹിയിൽ ഈ കൊട്ട് പഠിക്കാൻ പറഞ്ഞവരൊക്കെ തായമ്പ പഠിപ്പിക്കാറുണ്ടോ? തായമ്പ പഠിപ്പിക്കാറുണ്ട്. അത് പതികാലം ചിലവരെ അത്യാവശ്യം കൂറ് അതുവരെ പഠിച്ചിട്ടുള്ളൂ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കേളിക്കൂട്ടി പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒന്ന് ഡൽഹിയിൽ പോയിട്ടുള്ള വേറൊരു മെച്ചം, ഈ മറ്റുള്ള കലാകാരന്മാരെയൊക്കെ ആയിട്ട് പരിചയം ആവാൻ. അവരുടെ കൂടെ ചെണ്ട പറഞ്ഞാൽ ഞാൻ ചെണ്ട കാലത്ത് 68 ചെണ്ട അവർ അടുപ്പിച്ചിരുന്നില്ല. അത് ഭയങ്കര ശബ്ദം. ചെണ്ട മാത്രമല്ല, കഥകളിയും ബാക്കി എല്ലാ ടോപ്പ് ഡാൻസേഴ്സും ഡൽഹിയിലാണ്. കഥക്കും ഭരതനാട്യവും സോനൽ മാൻസിംഗ്. അപ്പോൾ അവരുടെ കൂടെ ഇത് സമ്മതിക്കില്ല കഥകളി. അങ്ങനെ അഥവാ നിർബന്ധിച്ച് അക്കാഡമിയെ കൂടി പറഞ്ഞാൽ അവസാനമാകുമ്പോൾ ഒരു ചെറിയ ഐറ്റം കൊണ്ടേക്കും. അതിങ്ങോട്ട് മാറി. പിന്നെ ബാലകൃഷ്ണനും കുമാരനാരായണനും ചെയ്യുന്നതിൻ്റെ ശേഷം അവരുടെ കൂടെ ഗ്രൂപ്പിൽ മുഴുവൻ കഥകളി മസ്റ്റായി. പിന്നെ വേണം ഒരു ഐറ്റം കഥകളി എങ്ങനെയും ഉണ്ടാവും. പിന്നെ സോനൽ മാൻസിംഗൊക്കെ അതിൻ്റെ അതോറിറ്റി അല്ലേ, അവരുടെ കൂടെ കഥകളി. അവരുടെ ഒഡീസി വേഷവും ബാലകൃഷ്ണൻ്റെ കഥകളി വേഷവും കൂടിയിട്ടുള്ള ചില ഐറ്റങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ചെണ്ടയുടെ പ്രശ്നമില്ലല്ലോ, മറ്റൊരു തബലയും ഒക്കെയാണ്. അപ്പോൾ ഒരു പ്രശ്നവുമില്ല. അല്ല, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ,
അവരത് ആക്സെപ്റ്റ് ചെയ്തു. ആ. ഉണ്ണികൃഷ്ണന് അപ്പം ചെണ്ടയിൽ അവരുടെ കൂടെ കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് മയപ്പെടുത്തേണ്ട ഒരു അത് വന്നിട്ടുണ്ടോ? ശരിക്കും വന്നിട്ടുണ്ട്. ചെണ്ടയെ ഒന്ന് മയപ്പെടുത്താൻ അടിച്ച് കൊട്ടാൻ പറ്റില്ല. പിന്നെ ഒന്നാമത് മൈക്കുണ്ട് ഇപ്പോൾ. അതെ അതെ അതെ. പിന്നെ അവിടെ വെച്ചിട്ട് വല്ലാതെ അടിച്ച് കൊട്ടേണ്ട ആവശ്യമില്ല. പിന്നെ ചില തീരുമാനങ്ങളൊക്കെ അവരുടെ കൂടെ കൂടേണ്ടി വരും. നമ്മുടെ അഡിഡ് എന്നുള്ള കലാശമൊന്നും അല്ലാണ്ട് അവര് അതിനനുസരിച്ച് കൂടും. അപ്പോൾ അതിപ്പോൾ കഥകളിക്കാരാണെച്ചാലും ചെയ്യും. പിന്നെ ICCR, CCRT, സ്പിക്മയൊക്കെ ഈ അസോസിയേഷനൊക്കെ ആയിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട് അധികം. അപ്പോൾ ICCRൻ്റെ അനവധി ടൂറിന് പോകാൻ തരാറുണ്ട്. വിദേശ ടൂറ് എവിടേക്കാ ആദ്യം പോയ എല്ലാവരും ചോദിക്കണ ചോദ്യമാണ്. 79 യൂറോപ്യൻ ടൂറ്. അതെ. ഗ്രീസ്, യൂഗോസ്ലാവിയ, റഷ്യ, പിന്നെ ഒരു രാജ്യം കൂടി ഉണ്ടല്ലോ, ആ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ. റുമേനിയ അല്ല, ഈ യൂഗോസ്ലാവിയ, ഗ്രീസ്, യൂഗോസ്ലാവിയ, റഷ്യ, പിന്നെ ഒരു സ്ഥലം കൂടി ഉണ്ട്. അതിപ്പോൾ എനിക്ക് ഓർമ്മ തോന്നുന്നു. പോളണ്ട് അതാണോ സംശയമുണ്ട്. എന്തായാലും അതെ അതെ. ആ യൂറോപ്യൻ അവിടേക്കാണ് ആദ്യം പോയത്. 2 മാസം. അതിൽ കഥകളി തന്നെയായിരുന്നു അതോ എല്ലാം? കഥകളി തന്നെ. കഥകളി MA വെള്ളോടി കേട്ടിട്ടുണ്ട്. ശരി. അപ്പോൾ അദ്ദേഹത്തിന്റെ ഉത്സാഹത്തിലാണ്. അന്നൊക്കെ VIP ഇതിലാണ് ഏറ്റവും അവിടുത്തെ ഏറ്റവും ജർമ്മനി അന്ന് ഈസ്റ്റ് ജർമ്മനിയാണ്. അന്ന് രണ്ടും ഇതായിട്ട്. അപ്പം ഞങ്ങൾ ഈസ്റ്റ് ജർമ്മനിയിലാണ് പോയിരിക്കുന്നത്. അവിടുത്തെ ബെസ്റ്റ് ഹോട്ടലിൽ താമസം, പിന്നെ എംബസിയിൽ നിന്നുള്ളവരെല്ലാവരും വരും. ഇന്നൊക്കെ ഇപ്പോൾ ടൂർ അത് കഴിഞ്ഞിട്ടും ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അന്ന് ബാലകൃഷ്ണ ബാലകൃഷ്ണനാണ്, കുമാരനാശനുണ്ട്, ആശാനുണ്ട്, രാജഗോപാലൻ പാട്ട്, ചെണ്ടയ്ക്ക് ഞാൻ മുരുകൻ സഹോദരൻ. അപ്പോൾ ഒരുവിധം അത് കോപ്പ് കൊണ്ടുപോകാൻ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം അത്ര അധികം കല്യാണ സുഗന്ധി ഉണ്ടാവും, ബാലിവിജയം ഉണ്ടാവും. അപ്പോൾ പിന്നെ ഹനുമാനും അത് കഴിഞ്ഞിട്ട് പിന്നെ കിരാതത്തിൻ്റെ ഒരു ഇതും കൊണ്ടുപോകും. ഇതാണ് അധികം കളി. ദുശാസനവധം അത് വേണം. അത് മിക്ക ദിക്കിലും അത് ദുര്യോധനും ഇതായിട്ടില്ല. അധികം ഇവിടുന്ന് മുതൽക്ക് പരിവാഹി മുതൽക്ക് 1.5 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. അങ്ങനെ മാക്സിമം 2 മണിക്കൂർ. ചില ദിക്കിലൊക്കെ 2 ഷോ കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വിദേശ ടൂറ് ഒരുവിധം ധാരാളം തരാറുണ്ട്. അത് അധികം ഉണ്ടാവുക ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിലാവുമ്പോൾ പോയിട്ടുണ്ട്. സാംസ്കാരിക വകുപ്പ് ഇടപെട്ടിട്ട് പോയിട്ടുണ്ട്. മെൽബൺ, ഓസ്ട്രേലിയയില് നെടുങ്ങാടി അദ്ദേഹത്തിന്റെ മകള് ഒരു 3-4 തവണ അരങ്ങേറ്റത്തിന് ഈ പറഞ്ഞ മാതിരി കഥകളി. അവർ കഥകളി വേഷമൊന്നും കെട്ടാൻ്റെ ശൗര്യഗുണവും പുറപ്പാട് ഇതൊക്കെ പഠിപ്പിച്ചിട്ട് വേഷം തേക്കും ചുട്ടിയൊന്നുമില്ല. ആ ഒരു മുടിയൊക്കെ വിപ്പിച്ച് ബാക്കി കഴുത്താരും ഡെമോൺസ്ട്രേഷൻ മതി. പക്ഷെ ശൗര്യഗുണം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ചില പദങ്ങൾ അങ്ങനെയൊക്കെയുള്ള കഥകളി. അവിടെ ഇപ്പോൾ വേഷത്തിനൊക്കെ കൂടി പിന്നെ വിളിക്കണ്ടേ. അങ്ങനെ ഒരുവിധം ചൈനയിൽ വരെ പോയിട്ടുണ്ട്. ചൈനയും പാകിസ്ഥാനിലും. ചൈനയിലേതുമല്ല പോയത്. ചൈനയിൽ ലീല സാംസൺ അക്കാഡമിയുടെ ചെയർമാനായിരുന്നു. അല്ല കലാക്ഷേത്ര അവരുടെ ഇതിലാണ്. അതിപ്പോൾ 8-10 കൊല്ലം മുമ്പേ. അതെ. അവരത് കഴിഞ്ഞിട്ടാണ് അവിടുന്ന് റിട്ടയർ ആയതും ഒക്കെ ആയിട്ടില്ല. അങ്ങനെ വിദേശ ടൂറ് ധാരാളം തരാറുണ്ട്.